അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർ ഫാമിലി കുക്കിങ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ ഇതേപോലത്തെ മരത്തിൻ്റെ തവി ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതും യൂസ് ചെയ്യാത്തതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് ഇതേപോലെ നമ്മൾ എടുക്കാതെ ഇരുന്നാൽ ഇതേപോലെ പൂപ്പിൽ പിടിച്ച പോലെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് ഇല്ലാതാക്കാനുള്ള ഒരു സൂപ്പർ ടിപ്പാണ് ഞാൻ പറയുന്നത്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു കോട്ടൻ്റെ ഒരു തുണി എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ആക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ഇതേപോലത്തെ തവിയിലൊക്കെ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ പൂപ്പൽ അതിൽ പിടിക്കില്ല. അത് നന്നായിട്ട് ക്ലീനായി കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമാണല്ലോ എന്തായാലും ഉപയോഗിക്കുക. അപ്പോൾ ഈ എണ്ണ ഇതാക്കിയാലും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല പോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെ തേച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്തുള്ള ഈ പൂപ്പലൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം, ഇതേപോലെ പിടിച്ചിട്ടുള്ള തവികളൊക്കെ. അപ്പോൾ ഇതൊന്നും ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, അതൊക്കെ അതിൻ്റെ ഉള്ളിൽ മാറ്റി വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ഫുള്ള് പൂപ്പൽ പിടിച്ച പോലെയല്ലേ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാം, അങ്ങനെ നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചും തരാം. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. അങ്ങനെ ഇത് മുഴുവനും ഇതേപോലെ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, പുതിയ പോലെ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് യൂസ് ചെയ്ത് നോക്കുക, ഉപകാരപ്രദമാവും. അതുപോലെ അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. എല്ലാവർക്കും ചക്കക്കുരു കറി വെച്ചാലൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. പക്ഷേ ചക്കക്കുരു ആ തൊലി കളയാനുള്ള ആ ബുദ്ധിമുട്ട് കാരണം നമ്മൾ മടി കാണിച്ച് ആരും അങ്ങനെ ചക്കക്കുരു കറി ഉണ്ടാക്കലില്ല അല്ലേ. അപ്പോൾ അതിനൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ 2 ടിപ്പ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഉപകാരപ്രദമായതെന്ന് ചോദിച്ചാൽ ഇതായിരിക്കും. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ ഇതേപോലെ ചക്കക്കുരു ഇതേപോലെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഒരു ദിവസം അല്ല 2 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കൂടുതൽ ദിവസം ഇതേപോലെ വെള്ളത്തിലിട്ട് വെക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ 1-2 ദിവസം ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഇതേപോലെ തൊലിയൊക്കെ ഇങ്ങനെ പൊട്ടി ഇതായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് കൈ കൊണ്ട് തന്നെ അതിങ്ങനെ പൊളിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് തൊലി കളയാനും കഴിയും, കറി വെക്കാനും കഴിയും, അതുപോലെ നല്ല ടേസ്റ്റോടുകൂടെ കഴിക്കാനും കഴിയും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടിപ്പാണ് ഇത്. അത് കൂടുതൽ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ അത് ചക്കക്കുരു കേടായിപ്പോവും. അതുകൊണ്ട് 1-2 ദിവസം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 ദിവസം ആയാലും കുഴപ്പമില്ല, അതിൽ കൂടുതലാവാൻ പാടില്ല. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി എന്തെങ്കിലും ചെറിയൊരു ഭാഗം ഉണ്ടെങ്കിൽ ഇതേപോലെ കത്തി വെച്ചിട്ട് ഇതാക്കുക, അല്ല കൈ വെച്ച് തന്നെ നമുക്ക് പോക്കാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ സിമ്പിളല്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതും ഈ ചക്കക്കുരുവിൻ്റെ തൊലി കളയുന്ന ടിപ്പ് തന്നെയാണ്. ഇതിലേതാണോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്നത് അത് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ചക്കക്കുരു നമുക്ക് തൊലി കളയാൻ തന്നെ സിമ്പിളായിട്ട് എങ്ങനെയാണ്, ഇതേപോലെ ഒരു ഇടുക്കല്ലെടുത്തതിന് ശേഷം ഒന്ന് കുത്തി കൊടുക്കാം. ഭയങ്കരമായിട്ട് കുത്തണ്ട, അപ്പോൾ അത് പൊളിഞ്ഞു പോവും. അപ്പം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. ആ സമയത്ത് തന്നെ അത് ഒന്നിങ്ങനെ തൊലിയൊക്കെ അതിൻ്റെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ തൊലി പോക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതേപോലെ കത്തി വെച്ചിട്ട് ഒന്നിങ്ങനെ ചെയ്താൽ തന്നെ അതിൻ്റെ തൊലി വേഗം ഇങ്ങനെ പോരുന്നുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റത്തെ ആയിരിക്കും ഒന്നുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. ഇതും കുഴപ്പമൊന്നുമില്ല, സിമ്പിൾ തന്നെയാണ്. അപ്പം ഇതിലേതാണോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്നത് അത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ മഴേൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ ഒന്നും ചെയ്യാതെ ടിപ്പൊന്നും ചെയ്യാതെ ഇതേപോലെ ചക്കക്കുരു തൊലി കളയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഊരി കളിക്കുന്ന പോലെ ഉണ്ടാവും, കത്തിയൊക്കെ ഇങ്ങനെ ഊരിപ്പോകും അല്ലേ. അപ്പം ഇതിലേതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ ഈ മഴക്കാലമായപ്പോൾ ഈച്ചേൻ്റെ ഒക്കെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് അല്ലേ. നമ്മൾ എന്തെങ്കിലും കറികളൊക്കെ വെച്ചാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കൊണ്ട് വെച്ചാലൊക്കെ ഭയങ്കര ഈ കൗണ്ടർ ടോപ്പിലൊക്കെ ഈച്ചയൊക്കെ നടന്ന് ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാതാക്കല്ല നല്ല സൂപ്പർ ടിപ്പാണ് നമ്മളെ വീട്ടിലുള്ള തുളസി ഇല കൊണ്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതും സിമ്പിളായിട്ട് അതിൽ വേറൊരു എന്താ പറയുക ഒരു മക്കൾക്ക് സ്മെല്ലടിക്കുന്നതോ അങ്ങനത്തെ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള സംഭവങ്ങൾ മാത്രം. അപ്പോൾ ഫസ്റ്റ് തന്നെ തുളസി ഇല ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് ഇതേപോലെ ഇടിക്കല്ലിലൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലിടുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ അതിൻ്റെ ഇലകൾ മാത്രമായിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ടിട്ടൊന്ന് ചതച്ച് കൊടുക്കുക. ഇങ്ങനെ ചതച്ച തുളസിയില ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാനാണ്. അപ്പോൾ നമുക്ക് ഈ അടുപ്പിൽ ഗ്യാസിലൊക്കെ വെക്കാൻ പറ്റിയ പാത്രത്തിൽ ഇങ്ങനെ ആ ഇല ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. തുളസിയില നല്ലപോലെ തിളപ്പിക്കാൻ വേണ്ടി ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് തുളസിയില. അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് നമുക്ക് അതേപോലെ മക്കൾക്കൊക്കെ ചായയൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് നമുക്കൊന്ന് തണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചാലും ഈ ടിപ്പ് ചെയ്യാം കേട്ടോ. നമ്മളൊരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുക്കുക. എല്ലാവർക്കും അറിയുന്ന ടിപ്പായിരിക്കും, പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു മാത്രം. ഇതേപോലെ പച്ചവെള്ളത്തിലേക്ക് നമ്മളെ പാത്രം ഇങ്ങനെ ഇറക്കി വെക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് തണുത്ത് വരും. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ചായയൊക്കെ വെക്കുകയാണെങ്കിൽ മക്കൾക്ക് പെട്ടെന്ന് തണുക്കണമെങ്കിൽ ഒരു കപ്പിലൊക്കെ ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ വെള്ളത്തിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തണുത്ത് വരും. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ഭാഗം മാത്രമേ ഞാനിപ്പോൾ അരിച്ചെടുക്കുന്നുള്ളൂ. ഇങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ പേസ്റ്റില്ല ടൂത്ത് പേസ്റ്റ് അത് നമ്മൾ ബാക്കി വന്ന് അതിൻ്റെ പേസ്റ്റിൻ്റെ കവറൊക്കെ കളയുകയാണ് ചെയ്യുക. കുറേ നമ്മൾ നെക്കിയെടുക്കും, അതിന് ശേഷം ബാക്കിയുള്ളത് കളയും. അപ്പോൾ അങ്ങനെ കളയാതിരിക്കുക. നമുക്കതിനെ കൊണ്ട് നല്ല അടിപൊളി യൂസാണുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ മാറ്റി വെച്ചതായിരുന്നു, കളഞ്ഞിട്ടില്ല, മാറ്റി വെച്ച പേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ തുളസിയിലേൻ്റെ വെള്ളത്തിലേക്കൊന്ന് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. അതിൻ്റെ ഉള്ളിലുണ്ടാവും കേട്ടോ, കുറച്ച് ഭാഗത്ത് കുറച്ച് പേസ്റ്റ് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. അങ്ങനെ ടൂത്ത് പേസ്റ്റ് ഈ തുളസിയിലേൻ്റെ വെള്ളത്തിലേക്ക് മിക്സ് ആക്കിയിട്ടുണ്ട്. അതിങ്ങനെ ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പിലും അതുപോലെ ടേബിള് വാഷ് ബേസ് ഗ്യാസ് സ്റ്റോപ്പ് അതിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചു കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അങ്ങോട്ട് വരുന്ന പ്രാണികൾ ഇപ്പോൾ കണ്ടില്ല ഇവിടെ ഉറുമ്പ് പോകുന്നത്, അങ്ങനെ ആകുമ്പോൾ ഉറുമ്പ്, ഈച്ച, ചെറിയ ചെറിയ പ്രാണികൾ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ കൗണ്ടർ ടോപ്പിലൊക്കെ ഒഴിച്ചതിന് ശേഷം തുടച്ചു കൊടുക്കുക. നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ടേബിളിലൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാലൊക്കെ ഈച്ചയൊക്കെ വന്നിരിക്കും. ഈ മഴക്കാലത്തൊക്കെ കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനെ അത് സ്പ്രേ ചെയ്തതിന് ശേഷം ഇതേപോലെ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ടേബിളൊക്കെ ക്ലീനായി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ആ പ്രാണികളൊക്കെ വന്നിരിക്കാനുള്ള ചാൻസും വളരെ കുറവാണ് കേട്ടോ. അതുപോലെ ഈ ജനലിൻ്റെ ഒരു സൈഡും ഒക്കെ ഇങ്ങനെ തുടക്കുകയാണെങ്കിൽ തന്നെ അവിടെ വന്നിരിക്കുന്ന പ്രാണികളൊന്നും വരില്ല. പല്ലി അതുപോലെ ചെറിയ ചെറിയ ഈച്ചകളൊക്കെ ജനലൊക്കെ തുറന്നിട്ടാലൊക്കെ കയറും. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് കൊണ്ടും അതുപോലെ ഒരു പ്രാണികളും ഇതിൻ്റെ ഇങ്ങോട്ട് കയറി വരില്ല. അതുപോലെ നമ്മുടെ ഈ വാഷ് ബേസിനിലും ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ രാത്രി കിടക്കാൻ നേരത്തൊക്കെ ഇതേപോലെ നമ്മൾ ഈ വെള്ളം പോകുന്ന ആ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും
പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന പ്രാണികളൊന്നും വരില്ല. അതുപോലെ ഈച്ചകളും അതും ഇതൊന്നും വന്നിരിക്കുകയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ക്ലീൻ ആക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായി കിട്ടും നമ്മുടെ വാഷ് ബേസിനൊക്കെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പം നമ്മുടെ വാഷ് ബേസിൽ കണ്ടില്ലേ നല്ല സൂപ്പറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പും ഇതേപോലെ തന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈച്ചയൊക്കെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം തുടച്ചെടുത്താൽ നല്ല ക്ലീനായി കിട്ടും. നല്ല എന്താ പറയുക, നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.